സ്ക്രീൻ JKR ഫിലിംസിന്റെ ബാനറിൽ ബിന്ദു സുനിലും ജയന്തകുമാർ അമൃതേശ്വരിയും നിർമ്മിച്ച് സംവിധായകനായ സുനിൽ കാരന്തൂർ ഒരുക്കുന്ന ചിത്രമാണ് കേക്ക് സ്റ്റോറി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ പ്രകാശനമാണ് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ KP മോഹനൻ MLA നിർവഹിച്ചത്. ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ച സ്ഥലം ഇന്ത്യയിൽ തലശ്ശേരിയാണ്. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്, അതോടൊപ്പം തന്നെ സർക്കസിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തലശ്ശേരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള തലശ്ശേരിയിൽ കേക്ക് എന്ന് പറയുന്ന സിനിമ, കേക്ക് സ്റ്റോറി, അത് ഏറ്റവും ഉചിതമായ സ്ഥലത്ത് തന്നെയാണ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചവരെ എല്ലാവരെയും, അതിന് നേതൃത്വം വഹിക്കുന്നവരെയൊക്കെ തന്നെ ഞാൻ എല്ലാവിധ അതിനുള്ള അഭിനന്ദനങ്ങളും എൻ്റെ സ്വന്തം പേരിലും നാടിൻ്റെ പേരിലും സിനിമയുടെ പേരിലും ഒക്കെ തന്നെ ഞാൻ അർപ്പിക്കുകയാണ്. സിനിമാ നടന്മാരായ മേജർ രവി, അശോകൻ, ബാബു ആന്റണി, സാജു കൊടിയൻ, വേദ സുനിൽ, റോബിൻ തിരുമല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ കരഞ്ഞോണ്ടാണ് വരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് കരയണ്ട. ഇതിനനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പല കുത്തുവാക്കുകളും പലതും അവിടുന്ന് ഇവിടുന്നെല്ലാം നെഗറ്റിവിറ്റി വരുന്ന സമയത്തും എൻ്റെ മനസ്സിനകത്ത് നിന്ന് കാലത്ത് ഞാനും ബാബും കൂടെ സംസാരിക്കുന്ന സമയത്ത് ട്രെയിനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, when we do something we just hit it hard. പക്ഷെ ആർക്കും അറിയില്ല എങ്ങനെയാണ് എനിക്ക് ഹിറ്റ് ചെയ്തതെന്നുള്ളത്. കാരണം അതിന് പിറകുള്ള പ്രിപ്പറേഷൻ ആരും അറിയുന്നില്ല. കേക്കിനെ കുറിച്ചുള്ള സിനിമ വാസ്തവത്തിൽ നമ്മുടെ മലയാള സിനിമ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വളരെ പുതുമയുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ആഹാര സാധനങ്ങളെല്ലാം ഇഷ്ടമാണ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ കൊതി വരുന്ന, വായിൽ വെള്ളം മൂർന്ന ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് കേക്ക് എന്ന് പറയുമ്പോഴും ഐസ്ക്രീം എന്ന് പറയുമ്പോഴും ട്രൈ ഒക്കെ അതായത് കൊള്ളുന്നതാണ്. അപ്പൊ അങ്ങനെ മധുരമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ സിനിമയും വളരെ മധുരം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയുടെ പണിപ്പുരയിലാണ് ഞാൻ സുനിലിനെ ആദ്യമായിട്ട് കണ്ടുകൊണ്ടുന്നത്. സുനിൽ എന്നെ കാണാൻ ബാംഗ്ലൂരിലെത്തി, ഷാർജോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത്. പിന്നെ അത് ഭരണകൂടം, ചന്ത, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കേക്ക് സ്റ്റോറിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഈ കേക്ക് സ്റ്റോറിയുടെ പിന്നിൽ നിൽക്കുന്ന സുനിലിനും, സുനിലിൻ്റെ മകൾ വേദയ്ക്കും, അശോകനും, മേജർ മാത്രം നമ്മളൊക്കെ മൈനറാണ്, എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുന്നു. ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഈ ലോകത്തുള്ള കേക്ക് മുഴുവൻ എൻ്റെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു കഥാപാത്രമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വലിയ വാക്കുകളുടെ ഒരു ആഹ്വാനം ചെയ്യുന്ന ആളാണ്, ആക്ഷൻ്റെ ആളാണ്. അപ്പോൾ അടുത്ത സിനിമകളിൽ ആക്ഷനിലൂടെ നിങ്ങളെ ഇനിയും കാണാം. നന്ദി, നമസ്കാരം. സുനിൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയും, വളരെയധികം ചങ്കൂറ്റമുള്ള ഒരു ഡയറക്ടറാണ് ശ്രീ സുനിൽ സാർ. ഇത്രയും ചങ്കൂറ്റം ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ ഓർക്കുകയാണ്, എൻ്റെയൊക്കെ ഒരു ചെറിയൊരു അനുഭവം കൊണ്ട് പറയുകയാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം ഒരു പുതുമുഖമായിരുന്ന സമയത്ത് അദ്ദേഹത്തേക്ക് ഹീറോ ആക്കിയിട്ട് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമയത്ത് അദ്ദേഹത്തെ ഹീറോ ആക്കിക്കൊണ്ടൊരു സിനിമ ചെയ്യാൻ ധൈര്യം കാണിക്കുക. അതല്ലെങ്കിൽ ഒരു വില്ലൻ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരു നടനെ വെച്ചിട്ട് ചന്ത പോലെയുള്ള ഒരു സിനിമയിൽ നായകനാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സൂപ്പർ ഹിറ്റാക്കി മാറ്റുക. അതിൽ വയസ്സായ ആൾക്കാരെ, 80-നും 60-നും വയസ്സായ ആൾക്കാരെ വെച്ചിട്ട് വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്നുള്ളൊരു സിനിമ പിടിക്കുക, അത് ഹിറ്റാക്കുക. അതുപോലെ ഓസ്കാർ ഫിലിംസിന്റെ ഒരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ, അത് തമിഴിലെ ഏറ്റവും വലിയ ബാനറാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന അവരുടെ ഒരു സിനിമ അത് സംവിധാനം ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ
ഒരു മിമിക്രിക്കാരനായിട്ട് എന്നെ വിളിച്ചിട്ട് അതിന്റെ കഥയും തിരക്കഥ എഴുതാമോ എന്ന് ചോദിച്ച ആ ഒരു ധൈര്യം, ആ ഒരു ധൈര്യത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളത്. മാനത്തെ കൊട്ടാരം, ആലഞ്ചേരി തമ്പ്രാക്കൾ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, പ്രിയപ്പെട്ട കുക്കു തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സുനിൽ ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കേക്ക് സ്റ്റോറി. ഷൂട്ടിങ്ങിന് സ്ക്രീനിൽ എന്താണോ ഷൂട്ട് ചെയ്ത് സ്ക്രീനിൽ വരാൻ പോകുന്നത് അത് മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ആയി മാറുള്ളൂ. അതിന്റെ പുറത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ആർഭാടവും ഒരു സുഖ സൗകര്യങ്ങളും സിനിമയുടെ വിജയത്തിന് സഹായിക്കില്ല. അത് നമ്മൾ വെറുതെ കോസ്റ്റ് കൂട്ടി കൊണ്ടുപോകാനോ, കാരണം ആവശ്യത്തിന് വേണം. അനാവശ്യമായിട്ട് വരുന്ന ഒരുപാട് ചെലവുകൾ ഇന്ന് സിനിമയ്ക്കുണ്ട്. അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, 100 കോടി ക്ലബും 50 കോടി ക്ലബും ഒന്നും യാഥാർത്ഥ്യമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം അത് വെറും പരസ്യം മാത്രമാണ്. സിനിമ എടുക്കുന്ന 95% പ്രൊഡ്യൂസേഴ്സിനും പണം തിരിച്ചു കിട്ടുന്നില്ല. തിരിച്ചു കിട്ടും. സിനിമ നല്ല ബിസിനസ്സാണ്, കൃത്യമായ ബിസിനസ് ചെയ്താൽ തിരിച്ചു കിട്ടുന്ന ബിസിനസ്. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അനാവശ്യമായ ചെലവുകൾ, ഒരു കാര്യമില്ലാണ്ട ചെലവുകൾ. ഒരു ലൊക്കേഷനിൽ ഒരു ദിവസം എത്ര പേരാണ്, എന്തിനാ എത്ര പേര്, എന്തിനാ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്, ഒന്നും ഇത് ഇന്ന് നിർബന്ധിച്ച് കുറെ ആളുകളുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ. ഒരു ആവശ്യമില്ലാത്ത ഇത്തരം ചെലവുകളെ നിയന്ത്രിച്ച് കാശ് മുടക്കുന്നവനൊരു ഭദ്രതയോടുകൂടി സിനിമ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 95 വരെ, 95 വരെയുള്ള സിനിമയിൽ പണം പ്രൊഡ്യൂസേഴ്സിനും ഭൂരിപക്ഷം പ്രൊഡ്യൂസേഴ്സിനും പണം തിരിച്ചു കിട്ടുമായിരുന്നു. ഇനിയും ആ ഒരു അവസരത്തിലേക്ക് തിരിച്ചു വരണം. ആ തിരിച്ചു വരാൻ ഒരു പരസ്പര കൂട്ടായ്മ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ വലിയൊരു ലോസ് തന്നെയായിരിക്കും. സംവിധായകൻ സുനിലിന്റെ മകളുമായ വേദ സുനിലാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വേദ സുനിലാണ്. ന്യൂ ഇയറിന് അന്ന് രാവിലെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ന്യൂ ഇയറിന് രാവിലെ അല്ല, ന്യൂ ഇയർ ആ ടൈമില് എനിക്ക് കുറച്ച് ക്യാഷ് കയ്യിൽ തന്നിട്ട് ഇത് അഡ്വാൻസ് ആയിട്ട് വെക്കൂ, നമ്മൾ പുതിയ പടം ചെയ്യാണ്, നീയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അഡ്വാൻസ് തരികയാണ് ചെയ്തത്. അവിടെ നിന്നാണ് കേക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് ഇപ്പൊ കേക്ക് സ്റ്റോറി ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. ഓണം റിലീസായാണ് കേക്ക് സ്റ്റോറി തിയേറ്ററുകളിൽ എത്തുക എന്നാണ് സൂചന. ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അശോകനാണ്. ബാബു ആന്റണി, ജോണി ആന്റണി, മേജർ രവി, കോട്ടയം രമേശ്, അരുൺകുമാർ, മല്ലിക സുകുമാരൻ, നീന കുറുപ്പ്, സാജു കൊടിയൻ, ദിനേശ് പണിക്കർ, ഡൊമിനിക്, അൻസാർ കലാഭവൻ, TS സജി, ഗോവിന്ദ്, അശ്വിൻ, ജിത്തു, ഗോകുൽ, സംഗീത കിങ്സ്ലി, ജനനി സജി, അമൃത ജയന്ത്, സിന്ധു ജയന്ത്, വിദ്യ വിശ്വനാഥ് എന്നിവരും ജോസഫ് USA, മിലിക്ക സെർബിയ, ലൂസ് കാലിഫോർണിയ, നാസ്തിയ മോസ്കോ തുടങ്ങിയ വിദേശികളായിട്ടുള്ള 5 പേരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കൂടാതെ തമിഴ്നാടനായ റെഡിൻ കിൻസ്ലി ആദ്യമായി മലയാളത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് RH അശോക്, പ്രദീപ് നായർ എന്നിവരാണ്. SP വെങ്കടേഷ്, ജെറി അമൽദേവ് എന്നിവർ മ്യൂസിക്കും MS അയ്യപ്പൻ നായർ എഡിറ്ററുമാണ്. NM ബാദുഷിയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. ജിബി മാളയാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. വിനായക് ശശികുമാർ, സന്തോഷ് വർമ്മ എന്നിവരുടേതാണ് വരികൾ. സജീഷ് താമരശ്ശേരിയാണ് കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അരുൺ മനോഹരാണ് വസ്ത്രാലങ്കാരം. കലാമണ്ഡലം വൈശാഖ്, സിജു കൃഷ്ണ എന്നിവരാണ് മേക്കപ്പ്. നിതീഷ് ഇരിട്ടിയാണ് അസോസിയേറ്റ് ഡയറക്ടർ. ഷാലു പേയാടാണ് സ്റ്റിൽസ്. ആതിര ദിൽജിത്താണ് ചിത്രത്തിന്റെ PRO. ഹാരിസ് ഹംസ, പ്രജി സുബ്രഹ്മണ്യൻ, KM രാഹുൽ എന്നിവരാണ് ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ.